എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്താണ് നിത്യജീവൻ? സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. അപ്പോൾ ആ യേശുവാണ് അന്ന് നിക്കോദേമോസിന്റെ മുമ്പിൽ നിന്നത്. നിക്കോദേമോസ് തന്നെ വന്ന് യേശുവിനോട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റാർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ അറിവ് അവന് കിട്ടിയത് അവൻ കണ്ടതും കേട്ടതും അവൻ പറഞ്ഞു കേട്ടതും അവൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അവന് യേശുവിനെ അറിയത്തില്ല. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചിട്ടില്ല. ദൈവവചനം പറയുന്നു, എന്താണ് നിത്യജീവൻ? താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. ആ അറിവ് വരണമെങ്കിൽ യേശുവുമായിട്ട് ഒരു നേരിട്ടുള്ള ഒരു കണ്ടുമുട്ടലുണ്ടായിരിക്കണം. കണ്ടുമുട്ടിയതിന് ശേഷം യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. അങ്ങനെ ആ യേശുവുമായിട്ട് ഐക്യപ്പെട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കണം. ഇന്നും എനിക്കും നിങ്ങൾക്കും അത് സാധിക്കും. ഇന്ന് ആ യേശു നമ്മൾ ചിന്തിക്കും, നിക്കോദേമോസിന് മുമ്പിൽ നിന്ന യേശു ഇന്ന് നമുക്കില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ, നിക്കോദേമോസിന് മുമ്പിൽ നിന്ന യേശു ദൈവമായിരുന്ന യേശു, ദൈവത്തിൻ്റെ ക്രിസ്തുവായിരുന്ന യേശു, മനുഷ്യരുടെ ആശയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ ദൈവികത്തെ മാറ്റിവെച്ച് കന്യക മറിയത്തിൽ നിന്നും അവൻ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ നിന്നപ്പോൾ ആ യേശുവിനെ അറിയുന്ന കാര്യമല്ല പറയുന്നത്. ആ യേശു ആയിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്ന കാര്യമല്ല. ആ യേശു ഇന്ന് മരിച്ച് ഉത്ഥിതനായിട്ട് ദൈവത്തിൻ്റെ ക്രിസ്തുവായിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു ആത്മീയ യേശു. ആ യേശു ഇന്ന് എനിക്കും നിങ്ങൾക്ക് ലഭ്യമാണോ? ആണ്. ഇതാ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് യേശു. അപ്പോൾ ഞാൻ ഈ വചനം എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം ബഹുമാനിക്കുന്നു, എത്രമാത്രം ആദരിക്കുന്നു, എത്രമാത്രം അനുസരിക്കുന്നു, ആ വചനം എന്നിലും മാംസം ധരിക്കുക. കന്യകാ മറിയത്തിൽ എങ്ങനെയാണ് യേശു മാംസം ധരിച്ചത്? കന്യകാ മറിയം ദൈവത്തിൻ്റെ വചനം അതുപടി സ്വീകരിച്ചു. കന്യകാ മറിയം ജീവിച്ചിരുന്ന കാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു. ആരെങ്കിലും പുരുഷനെ അറിയാതെ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. അപ്പം ആ നിയമം നിൽക്കുമ്പോഴാണ് ഒരു മാലാഖ വന്ന് പറയുന്നത്, അവൾ പരിശുദ്ധാത്മാനാൽ ഗർഭിണിയാകും, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞപ്പോൾ കന്യകാ മറിയത്തിന് ഭയന്ന് വിറച്ച് അത് സാധ്യമല്ല എന്ന് പറയാമായിരുന്നു. അവൾക്കറിയാം അവൾ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ അവൾ ഗർഭിണിയാകുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്നറിയാം. എങ്കിലും ദൈവവചനത്തിന് മുമ്പിൽ അവൾ മനസ്സിലാകാത്ത കാര്യം, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യം, പുരുഷനെ അറിയാതെ എങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയാകും, അത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, അവൾ ദൈവത്തിൽ നിന്നും കേട്ട വചനം അതുപോലെ കേട്ട് സ്വീകരിച്ച് അതിന് വിധേയപ്പെട്ട് തന്നെ തന്നെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആ വചനം അവൾ സ്വീകരിച്ചു. ആ വചനത്തിനും അവൾ സ്വയം സമർപ്പിച്ചപ്പോൾ ആ വചനമാകുന്ന യേശു അവളിൽ മാംസം ധരിച്ച് അവൾ യേശുവിനെ പ്രസവിച്ചു. ആ യേശുവിനെ ഇന്ന് പുരുഷനായാലും സ്ത്രീ ആയാലും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആ യേശുവിനെ എനിക്കും നിങ്ങൾക്കും ഇന്ന് ഗർഭം ധരിക്കാൻ സാധിക്കും. ഈ വചനം, ദൈവത്തിൻ്റെ വചനം ആര് സ്വീകരിക്കുന്നുവോ, ആര് ഉൾക്കൊള്ളുന്നോ, ആര് ഈ വചനമനുസരിച്ച് ജീവിക്കുന്നുവോ, അവരിൽ യേശു ഇന്നും ജന്മമെടുക്കുന്നു. വചനം മാംസമായി മാറുന്നു. നമുക്ക് വീണ്ടും ജന്മം സംഭവിക്കുന്നു. സങ്കീർത്തനത്തിൽ 82-ാം സങ്കീർത്തനത്തിൽ 6-ാം വാക്യത്തിൽ ദൈവം വചനത്താൽ നിറഞ്ഞവരെ നോക്കി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങളെയും സൃഷ്ടാവായ ദൈവങ്ങളെന്നല്ല വിളിക്കുക. ദൈവം തന്നെയായ വചനത്തെ ആരുൾക്കൊള്ളുന്നോ ആ വചനം എന്നിൽ വരുമ്പോൾ അവർ ദൈവമക്കളാകുന്നു.
ഈ വചനങ്ങൾ യേശു യോഹന്നാന്റെ സുവിശേഷത്തില് ഈ വചനങ്ങൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവിടുന്ന് വിളിച്ചുവെന്ന് യേശു തന്നെ പറയുന്നുണ്ട് ഈ സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട്. അപ്പം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം പ്രഥമ സ്ഥാനം കൊടുത്ത് ദൈവവചനം മാത്രം അനുസരിച്ച് ദൈവവചനത്തിൽ ജീവിക്കുമ്പോൾ ആ വചനം എന്നിൽ മാംസം ധരിക്കുന്നു, നിങ്ങളിൽ മാംസം ധരിക്കുന്നു. ഇവിടെ ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ജീവനുള്ളതായി തീരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് യേശുവുമായിട്ട് വീണ്ടും ഐക്യപ്പെടുന്നു. അതുകൊണ്ടാണ് റോമ 8:1 പറയുന്നത്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ആര് ദൈവവചനത്തിൽ ജീവിക്കുന്നോ അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അവർ സ്വർഗത്തിലെ അംഗമായി തീർന്നിരിക്കുന്നു. ഇന്ന് എനിക്ക് എൻ്റെ പിതാവായ ദൈവത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്തത് ഒറ്റ തടസ്സം കൊണ്ടാണ്. ഞാൻ ഈ ഭൂമിയിൽ ഈ ശരീരമാകുന്ന ഒരു ഉടുപ്പിട്ടിരിക്കുന്നുകൊണ്ടാണ്. എൻ്റെ ഈ ഉടുപ്പാകുന്ന ഈ മണ്ണാകുന്ന ഈ ശരീരം എന്നിൽ നിന്ന് എപ്പോൾ വേർപെടുന്നോ ഞാൻ എൻ്റെ പിതാവായ ദൈവത്തെ നേരിട്ട് അപ്പോൾ കണ്ടിരിക്കും. കാരണം ഇവിടെ വെച്ച് തന്നെ ഒരു വീണ്ടും ജനനം എൻ്റെ ആത്മാവിൽ ജനിച്ചു. ആദ്യത്തെ ജനനം എൻ്റെ ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനാകുന്ന എൻ്റെ അപ്പനും ഒരു സ്ത്രീയാകുന്ന എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ ശരീരമാണ് എൻ്റെ ആദ്യത്തെ ജനനം. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ടെങ്കിലും ആ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. അതായത് ആ ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെട്ടിരിക്കുകയാണ്. കാരണം ആദത്തിൻ്റെ പാപം കിടക്കുകയാണ്. എന്നാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട്, യേശു തന്നെയാകുന്ന ഈ വചനം കേട്ട്, യേശു തന്നെയാകുന്ന ഈ വചനത്തെ ഞാൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കന്യാമറിയം ഭയപ്പെടാതെ വചനം സ്വീകരിച്ചതുപോലെ ഞാൻ ഈ വചനം സ്വീകരിച്ചാൽ എനിക്ക് ഇന്നത് സംഭവിക്കുമോ, എനിക്ക് ഇന്നത് നഷ്ടപ്പെടുമോ, ഇതൊക്കെ ചിന്തിക്കാതെ അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ഈ വചനം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ജനിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ജനനമായി, വീണ്ടും ഒരു ജനനം. അതിവിടെ വച്ച് ഇപ്പോൾ സംഭവിച്ചെങ്കിലേ എൻ്റെ ഈ ശരീരം മരിക്കുമ്പോൾ, എൻ്റെ ആത്മാവ് വേർപെടുമ്പോൾ എനിക്ക് സ്വർഗമുള്ളൂ. അല്ലാതെ ഞാൻ ഈ ശരീരത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൂടെ എനിക്ക് രക്ഷയില്ല. എൻ്റെ ശരീരത്തിൽ കിടന്നുകൊണ്ട് ഞാൻ കുറേ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് എനിക്ക് രക്ഷയില്ല. എൻ്റെ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും രക്ഷയില്ല. നേർച്ച കാഴ്ചകളിലൂടെ രക്ഷയില്ല. വചനത്തിലൂടെ മാത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, ജീവനുള്ള ദൈവവചനത്തിൽ നിന്നും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം ജീവനും ആത്മാവുമാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വലിയ പാപികളായതുകൊണ്ടല്ല നമുക്ക് സ്വർഗം നഷ്ടപ്പെടാൻ പോകുന്നത്. നമുക്ക് സ്വർഗം നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല. നമ്മളുടെ മതവിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മുടെ മതവിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നമ്മൾ വിശ്വസ്തമായിട്ട് പാലിക്കുന്നവരാ. പാരമ്പര്യങ്ങളൊക്കെ പാലിക്കുന്നവരാ. ആരാധനകളൊക്കെ ആ നിയമപ്രകാരമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ രക്ഷിക്കുന്നത്. നമ്മൾ രക്ഷിക്കുന്നത് ഒരു വീണ്ടും ജനനം. അത് 1 പത്രോസിൻ്റെ 1:23 പറയുന്നത് പോലെ ദൈവവചനത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം. ഈ ഒരു സത്യം കർത്താവായ യേശുക്രിസ്തു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.